അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പഴംപൊരിയുടെ റെസിപ്പിയും തട്ടുകടയിലൊക്കെ കിട്ടുന്ന പഴംപൊരിയില്ല അതുപോലത്തെ ഒരു പഴംപൊരിയുടെ റെസിപ്പിയും ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ പിടി ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് മസാല, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ ഉലുവിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ മസാല ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഇതിലിട്ട് എണ്ണയിലിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മസാലകളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് ഈ മസാലയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ഈ ഉള്ളിയും സവാളയൊക്കെ അരിഞ്ഞു വെച്ചതില്ലേ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഞാൻ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യണ്ട കേട്ടോ. ഉള്ളിയൊക്കെ 2-3 ആക്കിയൊക്കെ കട്ട് ചെയ്താൽ മതി. സവാള ഒന്ന് പൊടിയായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലിട്ടിട്ട് വല്ലാണ്ട് ഇങ്ങനെ മൂത്ത് ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ മസാല ഇടുമ്പോൾ തന്നെ വെളിച്ചെണ്ണ കുറയും. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടാൻ ചെറുതായി ഒന്ന് വഴന്നാൽ മതി കേട്ടോ. അങ്ങനെ വല്ലാണ്ട് മൂത്ത് വരെയൊന്നും വേണ്ട. വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ എടുത്ത് വെച്ച് ചതച്ചതില്ലേ അതിട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് റോസ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട്, അപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ബീഫാണ്. അപ്പോൾ നമ്മൾ ആ ബീഫ് എടുക്കുമ്പോൾ കുറച്ച് എല്ലും നെയ്യൊക്കെ ഉള്ള ബീഫ് എടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബീഫും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് പറ്റും ഒരു 5 മിനിറ്റോളം നമ്മൾ ഈ ഒരു മസാലയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഈ ബീഫ്. അപ്പോൾ ഈ ബീഫിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കും. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി, ഈ ബീഫിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബീഫിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ വിനീഗർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം, ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട്, ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കട്ടെ. നമ്മൾ ബീഫ് നല്ലോണം ഇതിലിട്ട് വഴറ്റിയതല്ലേ, ഇട്ടൊന്ന് അടച്ച് വെച്ച് ഞാനൊരു 8 വിസിലടിച്ച് വേവിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തർ കുക്കറിനനുസരിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 8 വിസിലടിച്ച് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇപ്പം പച്ചമുളകും വേപ്പിലൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കിതിലേക്ക് പിന്നെ പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മല്ലിയിലയും കൂടിയും തൂകിയിട്ട് നമുക്കിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. കാരണം കുറച്ച് തിക്കിലുള്ള ബീഫ് കറിയാണ്. ഇനി തിക്കായില്ലെങ്കിൽ തന്നെ കുറച്ച് നേരം വെച്ചിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. പിന്നെ വേണ്ടത് നമ്മൾ പഴംപൊരിയുടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അതെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നുള്ള ഉപ്പൊരു നുള്ളെടുത്താൽ മതി കേട്ടോ, അധികം ആവണ്ട. പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഏലക്ക പൗഡർ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളൊക്കെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ഏലക്ക പൊടിച്ചതും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിപ്പൊടി 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ദോശമാവില്ലേ, അപ്പം നമ്മൾ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ച ദോശമാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 3 ടീസ്പൂൺ ദോശമാവ് കേട്ടോ. ദോശമാവും കൂടിയും ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ പഴംപൊരി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്ത തീർച്ചയായും പഴംപൊരി ഇതുപോലെ ദോശമാവൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് പഴംപൊരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാം കേട്ടോ. കണ്ട ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാൻ. അധികം തിക്കായി പോകണ്ട, ലൂസായി പോകാനും വേണ്ട. അപ്പോൾ ഇതുപോലെ എടുക്കാം. ഇതൊരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിന് വേണ്ടി 2 പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം 2 കുറച്ച് വലിപ്പമുള്ള പഴം തന്നെയാണ് കേട്ടോ. അതെടുത്തിട്ടുണ്ട്.
അത് നമുക്ക് ഞാനൊരു പഴം 4ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിൽ തന്നെയാണ് വലിയ പഴംപൊരിയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പഴം 4ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത് വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ചിലർ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യും, ചിലർ 2ആയി കട്ട് ചെയ്തിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്താണെന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ മാവിൽ പഴം മുക്കിയിട്ട് ഇതിലേക്കിട്ട് പൊരിച്ച് കൊടുക്കാം കേട്ടോ, പൊരിച്ചെടുക്കാം. ഞാൻ ഇതിന് മുന്നേ കുറച്ച് എരിവുള്ള സ്പൈസി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പഴംപൊരി തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ആയൊരു ദോശമാവും കൂടി ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഹോട്ടലിൽ നിന്നൊക്കെ ഈ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പഴംപൊരിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ഞാൻ ഇതേപോലെ കുറച്ചൊന്നും മൊരിച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഒരു ഇത്തിരി ക്രിസ്പ് ആവുകയും ചെയ്യും. നല്ലോണം കുറച്ചൊന്നും മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ക്രിസ്പ് ആവുകയും ചെയ്യും. എല്ലാ പഴവും നമ്മളിതുപോലെ ഒന്ന് പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചട്ടിയിൽ കുറച്ച് ലാസ്റ്റ് വന്ന കുറച്ച് മാവിലേക്ക് ഒരു പഴം നല്ലോണം ഉടച്ചിട്ടിട്ട് അത് പിച്ചിട്ടതാണ് ഇട്ടത്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ രീതിയിൽ കഴിക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു പഴംപൊരിയുടെ ഒരു റെസിപ്പിയാണ് ബീഫ് കറിയുടെയും. നല്ലൊരു ബീഫ് കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.